ഹായ് ഹലോ റെയ്നൽ ദിസ് സൈഡ്. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. അതായത് ഫോറെവർ ജെന്യുവൻ ആയിട്ടുള്ളൊരു കമ്പനിയാണ്, ഞങ്ങൾ അന്വേഷിച്ചു, ഇത്രയും രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, ഇന്ത്യയിൽ തന്നെ 20ഓളം ഓഫീസൊക്കെ ഉണ്ട്, കേരളത്തിലുണ്ട്, ജെന്യുവൻ കമ്പനിയാണ്, നല്ല പ്രൊഡക്ട്സ് ആണ്, പക്ഷേ FE03 സ്കാമേഴ്സ് അല്ലേ എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ കേട്ടു. വളരെ കൗതുകരമായിട്ട് എനിക്ക് തോന്നി. ആദ്യം ഒരു ചിരിയാണ് വന്നത്, പക്ഷേ പിന്നീട് ഞാൻ വിചാരിച്ചത് തന്നെ ഉത്തരവാദിത്തമാണ് പറയുക എന്നുള്ളത്. കാരണം ഈ കമ്മ്യൂണിറ്റിയുടെ ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് ഞാനുണ്ട്. FE03 എന്താണെന്ന് എനിക്കറിയാം. ഭൂരിഭാഗം ആൾക്കാർക്ക് ഇതിലൊരു തെറ്റിദ്ധാരണ വരാൻ കാരണം ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ FE03 ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. FE03 ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു കമ്പനിയോ അത്തരത്തിലൊന്നല്ല. ഇത് ജസ്റ്റ് ഒരു ഗ്രൂപ്പാണ്. ആൻഡ് ഫോറെവറായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരു പറ്റം ബിസിനസ് ഓണേഴ്സിൻ്റെ ഒരു തരം ഗ്രൂപ്പ്, ഒരു പറ്റം ഗ്രൂപ്പാണ്. അപ്പോൾ ഈ സാധാരണയായിട്ട് ഫോറെവറിലെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? എല്ലാവരും കണക്ട് ചെയ്തിരിക്കുന്നത് ഫോറെവറിലാണ്. നിങ്ങൾ ഫോറെവറിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും FE03 പേരിലല്ല അസോസിയേറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് നിങ്ങൾ കമ്പനിയായിട്ടാണ് രജിസ്റ്റേർഡ് ആവുന്നത്. നിങ്ങളുടെ ഒരു സ്പോൺസർ ഉണ്ടാവും, എന്നിട്ട് നിങ്ങൾ നേരെ കമ്പനിയായിട്ടാണ് രജിസ്റ്റേർഡ് ആവുന്നത്. ഇവിടെയുള്ള എല്ലാവരും ഫോറെവറിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോറെവറിൽ ബിസിനസ് ചെയ്യുന്ന സർവത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ അറിഞ്ഞത് വെച്ചാൽ ഏകദേശം 1.5 മില്യൺ മേലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഡയറക്റ്റായിട്ടാണ് കമ്പനിയായിട്ടാണ് അസോസിയേറ്റഡ് ആയിരിക്കുന്നത്. FE03 എന്ന് പറഞ്ഞൊരിതല്ല. പിന്നെ ടീമിന് എന്താണ് ഒരു പ്രസക്തി? അപ്പോൾ ഈ ഫോററിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നറിയോ? എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ ടീംമേറ്റ്സിന് ആരോഗ്യം കൊടുക്കുക, ഹെൽത്ത് ആൻഡ് ഇൻകം പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്, സമൂഹത്തിനും എൻ്റെ ടീമിനും. അപ്പോൾ ഇതിനു വേണ്ടി എൻ്റെ ടീമിനെ സജ്ജരാക്കുക, ആരോഗ്യം സമ്പത്തും ഏൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ടീം ബേസിസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അപ്പോഴാണ് നമ്മൾ വിചാരിച്ചൊരു ടീം ബേസിസിൽ വർക്ക് ചെയ്യുമ്പോൾ ടീമിനൊരു പേര് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് FE03 എന്ന് പറഞ്ഞൊരു പേര് വീണത്. ഇടുമ്പോൾ ഇത് ഇത്രയും വലിയൊരു പേരാവുന്നൊന്നും ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ബേസിക്കായിട്ട് നമ്മുടെ ഉദ്ദേശത്തിലായിരുന്നു ഫോറെവറിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആൾക്കാർ തിരിച്ചറിയണം, ഈ പ്രൊഡക്ട്സ് ആൾക്കാർ യൂസ് ചെയ്യണം, കസ്റ്റമേഴ്സിനാവണം. അതുപോലെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റി, ബിസിനസ് ഐഡിയ, ഡയറക്റ്റ് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഐഡിയ ആണ്. ഇത് ലോകം തിരിച്ചറിയണം, ഈ പ്രൊഡക്ട്സ് തിരിച്ചറിയണം, ഈ ഓപ്പർച്യൂണിറ്റി തിരിച്ചറിയണം. ബേസിക്കലി അത്രേ ഉള്ളൂ. ഇനി FE03 എന്ന് പറയുന്നൊരു ടീം മാത്രമല്ല, ഫോറെവറിൽ ബിസിനസ് ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ടീമുണ്ട്. ലക്ഷക്കണക്കിന് ടീം ഫോറെവറിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്തിലേറെ ലോകത്തിലെ ഏറ്റവും വലിയ ഫോറെവർ ബിസിനസ് ബിൽഡറാണ് റോൾഫ് കിപ്പ്, ജർമ്മൻകാരനാണ്. 27 വർഷമായിട്ട് അദ്ദേഹം ഫോറെവർ എന്താണ്. അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ പേരാണ് വിൻ. പിന്നെ ഒരുപാട് ഇന്ത്യയിൽ തന്നെ ലക്ഷക്കണക്കിന് ടീമുണ്ട്. നിങ്ങൾക്കറിയോ? നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ടീമുണ്ട്, സൗത്ത് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ടീം പേരുകളുണ്ട്. ഇങ്ങനെ അതായത് ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിൻ്റെ തന്നെയാണ്. ഇവരെല്ലാവരും കണക്ട് ചെയ്തിരിക്കുന്നത് ഫോറെവറായിട്ട് തന്നെയാണ്. അപ്പം ബേസിക്കലി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇതും കമ്പനിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരിക്കും പറഞ്ഞാൽ ചിലവർ വിചാരിക്കേണ്ട FE03 ആണ് പേ ഔട്ട് കൊടുക്കണേന്നൊക്കെ പറയാറുണ്ട്. സോറി, FE03 ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഫോറെവറിൽ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എല്ലാവരും സെയിം പ്രിൻസിപ്പിൾസ് തന്നെ ഫോളോ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഫോറെവറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ്? 5 പ്രിൻസിപ്പിൾസാണ്. നിങ്ങൾ ലോകത്തിന് ഏത് കോണിൽ പോയി ജോയിൻ ചെയ്യണം. 1, യൂസ് ദി പ്രൊഡക്റ്റ്, ബി ദി പ്രൊഡക്റ്റ്. അതായത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. പ്രൊഡക്റ്റ് എന്താണെന്ന് നിങ്ങൾ അറിയുക. കാരണം ഫോറെവറിൻ്റെ ബിസിനസ് ഇരിക്കുന്ന പ്രൊഡക്ട്സിലാണ്. ഞാൻ അത്രയും പാഷനേറ്റായിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഏകദേശം 6-7 വർഷമായി എന്തുകൊണ്ട് ഞാൻ ബിസിനസ് ഷെയർ ചെയ്യുന്നു, പ്രൊഡക്ട്സ് ഷെയർ ചെയ്യുന്നു, കസ്റ്റമേഴ്സിനോട് ഷെയർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റും, യൂസ് ദി പ്രൊഡക്റ്റ്, ഷെയർ ചെയ്യാൻ പറ്റും. നമ്മൾ മറ്റുള്ളവരോട് താനേ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബ്യൂട്ടി അല്ലെങ്കിൽ ഹെൽത്തൊക്കെ കാണുമ്പോൾ തന്നെ ആൾക്കാർ ആകർഷിക്കും. നമുക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും. 3, ഷെയർ ദി ഓപ്പർച്യൂണിറ്റി. ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, വീട്ടിൽ നിന്ന് വരുമാനം നേടാൻ താല്പര്യമുള്ളവരുണ്ടാവും. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഓഫ്ലൈനിൽ യൂസ് ചെയ്യും. നമ്മുടെ ഓഫീസിൻ്റെ ഇതിലൂടെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി, ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അവർക്കും ഇതുപോലെ കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്കും ഈ ഓപ്പർച്യൂണിറ്റി ജനങ്ങളിലോട്ട് സോഷ്യൽ മീഡിയയിലൂടെ എത്തിക്കാം. അതിവിടെ പഠിപ്പിച്ചു തരും എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈഡ് റേഞ്ച് യൂസ് ചെയ്യാമെന്നൊക്കെ. അങ്ങനെ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാം. B5CC ആക്റ്റീവ്, അത് ബിസിനസ് ചെയ്യുന്നവർക്ക് അറിയാം. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഈ 5 പ്രിൻസിപ്പിൾസാണ് ഫോറെവർ അന്നും ഇന്നും പറയുന്നത്. 40 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്തും പറഞ്ഞത് അപ്പോഴതാണ്, അതിനാണ് ഇപ്പോഴും പറയുന്നത്. ഇത് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ബിസിനസ് ഓണേഴ്സും ഫോളോ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് ചെയ്യാത്ത ആൾക്കാർ അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇത് ഇത്രയും വലിയൊരു കമ്പനി, നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ആരിസോണയിൽ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ് ഫോറെവർ. ഇത് ഇത്രയും രാജ്യത്ത് എത്തണമെങ്കിൽ പിന്നെ ഫോറെവറിന് നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഫോറെവർ മറ്റ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ വ്യത്യാസം. ഫോറെവറിന് മുമ്പ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ നിലനിൽക്കുന്ന ഒരുപാട് കമ്പനികൾ വേറെയുണ്ട്. ഫോറെവറിന് ഇന്നേ വരെ ഒരു രാജ്യത്തും ഒരു റെഡ് മാർക്ക് വീണിട്ടില്ല, ഇന്നേ വരെ ബാൻ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് ബാൻ ചെയ്യാതിരിക്കുന്നതെന്ന് അറിയോ? കാരണം ഫോറെവറിൻ്റെ വിഷൻ കറക്റ്റാണ്. ഫോറെവർ ചെയ്യുന്ന ബിസിനസ്സും ആ കൺട്രിയിലെ പോളിസീസ് വെച്ചിട്ടാണ് കമ്പനി ബിസിനസ് ചെയ്യുക. അതല്ലാണ്ട് ഉടായ്പ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന സർവത്ര ബിസിനസ് ഓണേഴ്സിനെയും കമ്പനി സ്കെച്ച് ചെയ്യും, കമ്പനി അടിച്ച് പുറത്താക്കും.
ഫേക്കായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരൊറ്റ ബിസിനസ് ഓണേഴ്സിനും ഫോർ എവറിൽ വെച്ചുകൊണ്ടിരിക്കില്ല. അതിനു വേണ്ടി ഈ സെപ്പറേറ്റ് ആയിട്ട് കമ്പനി ഒരു ടീം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലോജിക്ക് വെച്ച് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇത്രയും വലിയൊരു കമ്പനി നിലനിൽക്കണമെങ്കിൽ ചുമ്മാ ഒന്നുമില്ലാതെ നിലനിൽക്കുമോ? ഇവർ ഒബ്സർവ് ചെയ്യുന്നതിന്, വാച്ച് ചെയ്യുന്നതിന് ഓൺലൈൻ നമ്മുടെ ആക്ടിവിറ്റീസും എല്ലാ FBOസിൻ്റെയും എല്ലാ ഫോർ എവർ ബിസിനസ് ഓണേഴ്സിൻ്റെയും ഓൺലൈൻ ആക്ടിവിറ്റീസും ഓഫ്ലൈൻ ആക്ടിവിറ്റീസും വാച്ച് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് നാഷണൽ ടീമും അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ടീമും തന്നെ ഉണ്ട്. അതിന് ഓപ്പോസിറ്റായിട്ട് എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ഓൺ ദി സ്പോട്ട് അവർ ആക്ഷൻ എടുക്കും. ഞാനീ പറഞ്ഞത് മാനേജേഴ്സ് ആൻഡ് അബവായിട്ടുള്ളവർക്ക് കുറേ കൂടി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരുപാട് പേർക്ക് അങ്ങനെ സസ്പെൻഷനും ടെർമിനേഷൻ വരെ കിട്ടുന്നുണ്ട്. മനസ്സിലായി? ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ എന്നെ തന്നെ പിടിക്കാം, വേറെ ആരുടെ എക്സാമ്പിൾ എടുക്കുന്നില്ല. ഞാൻ റെയ്നൽ ജോസ് എന്നാണ്, ഞാൻ സോറിങ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ അൺഎത്തിക്കലായിട്ട് ഫോർ എവർ ചെയ്യാമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എനിക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യാമെന്നാണ്. കംപ്ലയിൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നേരിട്ട് വെബ്സൈറ്റ്, നമ്മുടെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി തപ്പൊന്നും വേണ്ട, നിങ്ങൾക്ക് നേരിട്ട് തന്നെ FLP care@, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കിയാൽ അതിനകത്ത് ഇമെയിൽ ID കാണാം, flpcare@flp.india.net. ഡയറക്റ്റ് അങ്ങോട്ട് മെയിൽ അയക്കാം എന്നെക്കുറിച്ച്. അതായത് റെയിലിൽ ചെയ്ത കാര്യങ്ങളും സ്ക്രീൻഷോട്ട്സും നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. മനസ്സിലായി? ഞാൻ നിങ്ങൾക്ക് കമ്പനീന് ഓപ്പർച്യൂണിറ്റിയും പ്രൊഡക്റ്റും അല്ലാതെ വേറെ രീതിയിൽ നിങ്ങളുടെ നിന്ന് പൈസ ഞാൻ പേഴ്സണലി കൈപ്പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വേറെ രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്, ഞാൻ ഫ്രീ ട്രെയിനിങ് തരണ പകരം ഞാൻ നിങ്ങൾക്ക് പൈസ വാങ്ങിച്ചിട്ടാണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരണേ, അങ്ങനെയൊക്കെ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. നിങ്ങളെ സംബന്ധിച്ച് ജെനുവനായിട്ട് ബിസിനസ് ചെയ്യുന്നില്ലെങ്കിൽ കമ്പനി എന്നെ വരെ എടുത്ത് തെറിപ്പിച്ച് കളയും. ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ കുറച്ച് പേര് നെഗറ്റീവൊക്കെ കണ്ടു, അവർ ചുമ്മാ പടച്ചൂതി വിട്ടേക്കാണ്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് കേരളത്തിൽ ഒരു 1.5 വർഷം മുമ്പ്, അത് ഞാൻ തുറന്ന് പറയണതിൽ എനിക്ക് ഇതില്ല, ഒരു വ്യക്തി അൺഎത്തിക്കലായിട്ട് ബിസിനസ് ചെയ്തു. ആ വ്യക്തിനെ കമ്പനി ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു. കമ്പനി അത് വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മളെക്കാൾ ഉപരിയായിട്ട് കമ്പനി വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും ഇന്ത്യയിൽ കമ്പനിക്കും അല്ലെങ്കിൽ പല രാജ്യത്തും ഈവൻ GCC കൺട്രീസിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനേക്കാൾ സ്ട്രിക്റ്റാണ് കമ്പനി നിലനിൽക്കുന്നത്. ബിസിനസ് ഓണേഴ്സിനെ വാച്ച് ചെയ്യുന്നുണ്ട്. അൺഎത്തിക്കലായിട്ട് ചെയ്യുന്ന ഒരൊറ്റ വ്യക്തിനെ കമ്പനി വെച്ചുകൊണ്ടിരിക്കില്ല. FE03 ഇനീഷ്യൽ സ്റ്റേജിലുള്ള വ്യക്തിയാണ് ഞാൻ. ഇനി ഞാൻ അൺഎത്തിക്കലാണ്, അതായത് FE03, അതായത് FE03 മാറിക്കോ, ഞാൻ അത് ഇനീഷ്യൽ സ്റ്റേജ് അൺഎത്തിക്കലാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല. FE03 അൺഎത്തിക്കലാണെന്ന് നിങ്ങൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അൺഎത്തിക്കലാണെന്ന് അർത്ഥം. അപ്പോൾ ഞാൻ അൺഎത്തിക്കലാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്തോളൂ. നിങ്ങൾ എനിക്കെതിരെ കമ്പനിയുടെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ അൺഎത്തിക്കലായിട്ട് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നേരിട്ട് കമ്പനീനെ കണക്ട് ചെയ്യാം, നിങ്ങൾക്ക് പറയാം. അതായത് എൻ്റെ കാര്യങ്ങൾ പറയാം, എൻ്റെ FB ID പറയാം, അവർക്കെല്ലാം അറിയാൻ പറ്റും. നിങ്ങൾക്ക് കമ്പനിക്ക് മെയിൽ അയക്കാം, എന്നിട്ട് കമ്പനി അന്വേഷിക്കും. എനിക്കതിനെ കണ്ടു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ട് കമ്പനി നോ ഡൗട്ട് ക്ലിയർ ഔട്ട്. ആക്ച്വലി ഫോർ എവർ ആണെങ്കിൽ FE03 ട്രെയിനിങ്ങിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഒന്നും ഇവിടെ ചോദിക്കുന്നില്ല. ഇവിടെ കമ്പനിയുടെ നോളജ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ട്രെയിനിങ്സ് 4, 5, 6, 8, 10 ദിവസത്തെ ഡിസ്കവർ ചെയ്തിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. എടുത്ത് ചാടി നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട. പ്രൊഡക്റ്റ് നോളജ് നിങ്ങൾക്ക് തരുന്നുണ്ട്, ശരിയല്ലേ? പേഴ്സണൽ കെയറും സ്കിൻ കെയർ നോളജ് തരുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രൊഡക്റ്റും പാഷനായിട്ടാണ്, താല്പര്യമാണ്, ബിസിനസ്സും താല്പര്യമാണ്, ഈ ബിസിനസ് മോഡൽ താല്പര്യമാണ്. ഇതിനൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വന്നാൽ മതി എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഇവിടെ ഒരു മോട്ടിവേഷൻ സെഷനൊന്നും നടക്കാറില്ല. ബെൻസ് വാങ്ങിക്കാം, വീട് വയ്ക്കാം എന്ന് ഫോർ എവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തിയും പറയില്ല. FE03 ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തിയും അങ്ങനെ പറയില്ല. ഇനി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ FE03 ട്രെയിനിങ് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. FE03 എന്ന് പറയുന്നതും ഫോർ എവർ എന്ന് പറയുന്നത് സെയിം ആണ്. അവിടെ രണ്ട് ട്രെയിനിങ് അല്ല, ഇവിടെ എല്ലാം ഒരേ ട്രെയിനിങ് തന്നെയാണ് കൊടുക്കുന്നത്, ഒരേ നോളജ് തന്നെയാണ് കൊടുക്കുന്നത്. അൺഎത്തിക്കലായിട്ട് ചെയ്യുന്ന ആർക്കാണെങ്കിലും പണി കിട്ടും. അത് FE03 എന്നല്ല, ലോകത്തിലെ ഏത് കോണിലുള്ള ഫോർ എവർ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലും. അപ്പോൾ അങ്ങനെ അൺഎത്തിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിനെ അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ആക്ഷേപിക്കാനും നമുക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വേണം അത് ആദ്യം തെറിച്ച് പോകേണ്ടത്. 7 വർഷം മുമ്പ് ഞാനിപ്പോൾ 7 വർഷമായി ബിസിനസ് ചെയ്യുന്നത്, ഞാൻ വേണം ആദ്യം ഇവിടുന്ന് തെറിച്ച് പോകേണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലയിൻറ്റും ചെയ്യാം, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക, ഇതിനെക്കുറിച്ച് പഠിക്കും. പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള നെഗറ്റീവ് സ്വാഭാവികമായിട്ട് റീച്ച് കിട്ടുന്നത് കൂടുതൽ നെഗറ്റീവ് വീഡിയോസിനാണ്. അതുകൊണ്ട് തന്നെ അവരത് പറഞ്ഞോട്ടെ. കാരണം ഒരു സിനിമയിൽ രണ്ടും പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. നെഗറ്റീവ് പറയാന്നുള്ളത് അവരുടെ ധർമ്മം, അവരെ ഞാൻ പ്യുവറായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം അവരുടെ ചിന്തയാണത്, എൻ്റെ ചിന്തയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയല്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ച് തീരുമാനിക്കുക. ഈ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് പഠിക്കാണ്ടാണ് തീരുമാനിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് നെഗറ്റീവ് പറഞ്ഞൊരു വ്യക്തിയുടെ അടുത്ത് അദ്ദേഹം ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചു, ഓക്കെ നിങ്ങൾക്ക് ഫോർ എവർ അല്ലെങ്കിൽ FE03 സ്കാം ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഫോർ എവർ എന്ന് പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചു. അത് അദ്ദേഹത്തിന് മറുപടിയില്ല. നെഗറ്റീവ് പറയുന്ന വ്യക്തിക്ക് ഫോർ എവർ എന്താണെന്ന് പറയാൻ മറുപടിയില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ഫോർ എവർ എന്താണെന്ന് പറയുന്നത്, ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന മണി ചെയിൻ നെഗറ്റീവാണെന്ന് പറഞ്ഞു. എന്താണ് നെറ്റ്വർക്കും മണി ചെയിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചു. എനിക്ക് അറിയാത്തതാണുണ്ടെന്ന് പറഞ്ഞു. അതിന് ആവതില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവണില്ല, പിന്നെ എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നത്? അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ തേടാം, അല്ലാണ്ട് റീച്ച് കിട്ടാനുള്ള ആൾക്കാർ പിന്നാലെ പോകാൻ. റൈറ്റ്
ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. സോ ഓൾ ദ ബെസ്റ്റ്, വിഷിംഗ് യു സക്സസ്, ബൈ ബൈ.